നമ്മുടെ ഈ ഒരു IMAയുടെ പാർക്കിംഗ് കംപ്ലീറ്റ്ലി ഫുള്ളാണ്. റോഡ് വരെ ബ്ലോക്കാണ്. കാരണം എല്ലാ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മളുടെ ബിഗ് എമ്മായിട്ടുള്ള മമ്മൂക്ക, മോഹൻലാൽ ഇവർ രണ്ടുപേരും ഒഴിച്ച ബാക്കി ഒരു പരിധി വരെയുള്ള എല്ലാവരും ഇന്ന് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കയ്യടിയിലൂടെ നമുക്ക് തുടങ്ങാം അല്ലെ? എല്ലാവരും ചേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞൊരു കയ്യടി സമ്മാനിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ഒരുപാട് സന്തോഷമുള്ള ഒരു ആഘോഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഒപ്പം ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും മറ്റൊരു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചുമാണ് ഇവിടെ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ആഘോഷത്തിന്റെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിനിമാ രംഗത്തെ വിശിഷ്ട അതിഥികൾ, മുഖ്യ അതിഥികൾ, മറ്റ് സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടും നിറഞ്ഞ മനസ്സോടും കൂടി തന്നെ ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമുക്കറിയാം, ഇന്ന് നമ്മളിവിടെ ഇങ്ങനൊരു ആഘോഷം തുടങ്ങുന്നതിൻ്റെ ആരംഭമായി തന്നെ വേദിയിൽ ഒരു അനുശോചനത്തിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിജീവനത്തിന്റെ ഭാവവുമായി കോർത്തിണക്കുന്ന ഒരു സൃഷ്ടാവാണ് അഭിലാഷ് പിള്ള. ഒരു സംവിധായകന്റെ മനസ്സിലേക്കുള്ള കഥയുടെ എല്ലാമായി ഒരു ദർശകന്റെ ഹൃദയത്തിലേക്കുള്ള വാതായനമായി അദ്ദേഹത്തിന്റെ കഥകളും സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ് അഭിലാഷ് പിള്ള. തീർച്ചയായും അദ്ദേഹത്തിന്റെ കഥകളിലൂടെ ഇന്ന് അദ്ദേഹത്തിന് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നതിനോടൊപ്പം ഒരു സന്തോഷം കൂടി കൂടുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ സന്തോഷത്തിൽ ഒരുപക്ഷെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും തീർച്ചയായും സ്വാഗതം ആശംസിക്കേണ്ടതും അദ്ദേഹം തന്നെയായിരിക്കും അല്ലെ? അപ്പൊ നിറഞ്ഞൊരു കയ്യടിയോട് കൂടെ തന്നെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യാം അഭിലാഷ് പിള്ള. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ പറഞ്ഞോന്ന് ഞാൻ പറയിച്ചതല്ല കേട്ടോ, ഞാൻ എഴുതിയല്ല. ആദ്യം തന്നെ സാധാരണ മറ്റ് സിനിമകളിലല്ല, ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു അത്രയൊന്നും സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ, അത് ഞാൻ വിളിച്ചവരിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നതിനാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടുത്തെ കസേരകൾ പലതും തികഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും വലിയൊരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല. കാരണം ഞാൻ അറിഞ്ഞു 1 മണി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ പ്രൊഡ്യൂസറിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഒപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും അത് സിനിമയാന്ന് പറയും. കാരണം അത്രയും ആഗ്രഹിച്ച്, അത്രയും വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റൂന്ന് ആഗ്രഹിച്ച് വന്നെത്തിയതാണ് ഈ ഒരു മേഖലയിൽ. അതിനുശേഷം ഒരുപാട് വർഷം അതിനുവേണ്ടി ശ്രമിച്ചു. പിന്നീട് സിനിമകൾ സംഭവിക്കുന്നു. അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോൾ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയ ധൈര്യം, കുറേയധികം സുഹൃത്തുക്കൾ, എൻ്റെ ഒരു കുടുംബം പോലെയുള്ള, ഞാൻ വിളിച്ചാൽ നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ. അപ്പം എല്ലാവരും എന്നൊരു ധൈര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ചെന്നൈയിൽ ഒരുമിച്ച് നടന്നപ്പോൾ വിഷ്ണു ശശിയും ഞാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എടാ എന്തെങ്കിലും ഭാവിയിൽ നമ്മുടെ പേര് പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുമെന്ന്. ഇന്ന് വലിയ സന്തോഷം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പറ്റുന്നു. അതിന്റെ ഭാഗമായി ഒരു സിനിമ അതും ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറേ സിനിമകൾ തരാമെന്ന് ഇവിടെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാധയ്ക്കൊക്കെ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ അമ്മയും അച്ഛനോട് ഇരിപ്പുണ്ട്. കാരണം പണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുമ്പം ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് എത്തിയത്. പക്ഷെ ഇന്ന് ഇതുപോലൊരു വേദിയിൽ ഞാൻ നിൽക്കുമ്പം അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയൊക്കെ പറ്റൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ടെക്സസ് ഫിലിം ഫാക്ടറിയുടെ അംജിത്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യും, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യം തന്ന എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറേ അധികം ആളുകൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറേ അധികം നല്ല സിനിമകൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായുള്ള ഈ ചടങ്ങിൽ ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വന്നത്
ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും, അതുകൊണ്ട് ഞാൻ അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. പിന്നെ ഞാൻ സാധാരണ നമ്മളൊരു വേദിയിൽ പോകുമ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഗസ്റ്റുകളിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ഇന്ന് ഒരാഗ്രഹം ഞങ്ങളുടെ ടീം പറഞ്ഞിരുന്നു, ഇവിടെ വന്നതിൽ നിന്ന് ഇതിൽ ജോലി ചെയ്യാൻ പോകുന്ന റൈറ്ററുടെയും ഡയറക്ടറുടെയും ഒക്കെ അമ്മമാരുടെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടി അത് ചെയ്യുന്നുണ്ട്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അഭിലാഷേട്ട താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുന്നത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം കൂടി, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതിനൊരു തെളിവ് കൂടെയാണ് അഭിലാഷ് പിള്ള എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി സമ്മാനിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാരാണ് നമ്മുടെ വേദിയിൽ വിളക്ക് തെളിയിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായും അമ്മ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഈ വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷത്തോടും കൂടി തന്നെ ഞാൻ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ പറഞ്ഞാൽ തീരുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിറഞ്ഞൊരു കൈയടിയോട് കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ അഭിമാനമായ ഉർവശി ചേച്ചി. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു ലാംപ് ലൈറ്റിംഗ് സെറമണി. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ചേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാരെ വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് കടന്നു വരാനുള്ളൊരു വഴി എല്ലാവരും നൽകണമെന്നുള്ള കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു കയ്യടിയുടെ കുറവുണ്ടാവും. നല്ലൊരു കയ്യടി സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോട് കൂടി തന്നെ ഉർവശി ചേച്ചി ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യാണ്. എനിക്കറിയാം ഈ ഉർവശി ചേച്ചീനെ ആദ്യമേ സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ വലിയ കാരണം പറയാം. ഞാൻ ഇന്നൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന് ധൈര്യം തന്ന ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പം ചേച്ചീനെ ഈ വേദിയിലേക്ക് വേണം എന്നുള്ള അത്ര സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ. ഞാനും അങ്ങനെ ഒരു കടുക ഇപ്പം ചെയ്തിരിക്കുക. ഇതിന് മുമ്പ് കുറച്ചു മുമ്പൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ വേറെ പണിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം മറ്റ് പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടമായിക്കോട്ടെ വർക്ക് ചെയ്യാത്ത പടമായിക്കോട്ടെ അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടെ ഒന്നുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷേ വളരെ പെട്ടെന്ന്, ഞാൻ അഭിലാഷിൻ്റെ ഒരു സിനിമയും വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാൽ തോന്നും ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാൻ തോന്നും. ചില ആൾക്കാർ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷനിലുണ്ടെന്നുള്ള. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരി മെരി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടൊരു നടിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ വെച്ച സിനിമ, 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവർ. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സരിത എന്നൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രീപ്രിയയ്ക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അന്നൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ
അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കിൽ നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുക്കറത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ, ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ശൂരവൈ പോത്തു ചെയ്തു. കന്നഡത്തിൽ 1-2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്ന് ഭവിക്കുക, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു സിനിമ അരുണാചൽ പ്രദേശിൽ ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജക്റ്റ് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, നമ്മുടെ ഇട്ടാവട്ടത്ത് തെങ്ങ് പോകാൻ എനിക്കിഷ്ടമല്ല. ഞാൻ അവിടെ വല്ല മലയിടിച്ചിലോ വല്ല രീതിയിൽ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് വീടൊന്നും എത്താനൊക്കത്തില്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോൾ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റാണ്, പിന്നെ വിപിൻ നമ്മുടെ ഈ ടീമിൽ തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്നെനിക്കൊരു വിശ്വാസം വന്നു. വളരെ സൈലൻ്റായിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് തമിഴായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ തമിഴിലാണ് സിനിമ. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ് അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷേൻ്റെ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. മുകേഷേട്ട് ചെയ്യുന്ന ആളോട് വേറെ ആളെങ്ങനെ ഇരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷേട്ടൊക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ, ഇത് മലയാളം ആയത് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി. മലയാളം ബൈലിംഗ്വലായിട്ട് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളിടത്താണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാന്നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും. പക്ഷേ ഇന്നിപ്പോൾ ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു, വേറെ നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായിൽ വല്ല അബദ്ധങ്ങളും വല്ല വീഴുമോ, എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെണ്ട്, എന്താണ് ഒരു പിടിയും കിട്ടത്തില്ല കേട്ടോ. പിന്നെ എന്നെ ഈ ചിപ്പേച്ചും ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഞാനും തുടങ്ങി തന്നെ, അല്ലാതെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പോൾ അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തുകൂടെ ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി, കുഞ്ഞാറ്റയ്ക്ക് അത് എന്നാൽ ഒരു കുഴപ്പമൊന്നുമില്ല. അവൾ ഇൻഡിവിജ്വലായിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമെന്നൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിന് മുൻപ് നാടകം, നൃത്തം, അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർഡമിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഒന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്യുന്ന സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് മോൾ ഇതിലോട്ട് വരുന്നത്. അപ്പം നല്ല കാര്യം, സന്തോഷം. അപ്പോൾ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങൾ കൂടെ വേണ്ടി വരുമായിരുന്നു. കാരണം ഒരു 1 ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ. അതിൽ ഈ ക്യാരക്ടർ ഇന്ന മുകേഷേട്ടൻ ചെയ്യുന്ന പോലെ ഒരു റോള്, പിന്നെ സിദ്ദിഖ് ചെയ്യുന്ന പോലെ ഒരു റോള്, ഇവർ ചെയ്യുന്ന പോലെ ഇത് പറഞ്ഞായതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റുള്ള മൂവി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോന വന്നോ? മോൻ്റെ പടത്തിൻ്റെ പൂജ മാറ്റി വെച്ചു. മോനെ അറിയത്തില്ല, ആരോഗ്യത്തിൻ്റെ നമ്മുടെ ഡയറക്ടർ മോനെ ഞാനെന്നെ സ്വാഗതം ചെയ്ത് പോയിട്ട് എൻ്റെ കൈ കാണിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോഴും ശ്രദ്ധിച്ചു. മോൻ്റെ പടത്തിൻ്റെ പൂജയുണ്ട് കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറ്റി, ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി. അല്ല, ഞാനിങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കി വന്നപ്പോൾ മോൻ എൻ്റെ ഇടയ്ക്കൂടെ കണ്ടു അങ്ങനെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കേണ്ട കുറേ പേരുണ്ട്. ഞാൻ അജയൻ, എൻ്റെ അനിയൻ അജയൻ, ബിബിൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ.
മേജറിനെ കുറിച്ച് 2 വാക്ക് ഇപ്പൊ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുറ്റമല്ല കേട്ടോ. അയ്യോ, നിങ്ങൾ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പിള്ളേരെ ഭയങ്കര ആൾക്കാരാട്ടോ നിങ്ങൾ. മേജറിനെ കുറിച്ച് ഭയങ്കര എന്തോ ഒരു കുറ്റം പറയാൻ അതല്ല, നല്ല കാര്യം. എന്താ അറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത്, എവിടെയോ ഇങ്ങനെ ഹൃദയത്തിലൊരു സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നുമല്ലോ. മേജറിന്റെ അനിയൻ കണ്ണനെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മോളെ പ്രസവിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചമാര് അവരവരെല്ലാവരും ഉണ്ട്. എൻ്റെ അപ്പച്ചയ്ക്ക് എൻ്റെ മോളെ വളർത്തിയത് നോക്കാൻ. പക്ഷെ അതിന് മുമ്പ് തന്നെ മോള് വയറ്റിലൊരു 6 മാസം ആയപ്പോൾ തന്നെ യാദർച്ഛമായിട്ട് ഞാൻ ഷൊർണൂർ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് അവിടെ ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നു, ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ 3 മാസം കുളിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാ ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. എനിക്ക് എൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു. അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഷായം ഒക്കെ തന്നിരുന്നതും ഒക്കെ. കുഞ്ഞിനെ പ്രസവിച്ച് 3-ാം മാസം ആയപ്പോൾ അവ പറഞ്ഞു, മോളെ ഇനി പോരെ, തിരിച്ചു വന്നൂടെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. എന്തായിരുന്നു എന്നോട് തോന്നി അവർക്ക് തോന്നിയ അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്നും മനസ്സിലാകത്തില്ല. എനിക്ക് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഷൊർണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ എന്നുള്ളവർ പറയുന്നത്. കണ്ണനെ ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ആ ഒരു ഓർമ്മ അറിയാൻ വഴിയില്ല. ചിലപ്പോൾ കേട്ടു ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിവേ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. കുറേ പേരുണ്ട് സംസാരിക്കാൻ. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ മോക്കും. ഓൾ ദി ബെസ്റ്റ്. അഭിലാഷിനും ആരതിക്കും എല്ലാവർക്കും, വിപിൻ, ഈ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്നാവട്ടെ, എല്ലാം കൊണ്ട് നന്നാവട്ടെ. ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു എന്താ പറയുക, ഒരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും പറഞ്ഞിട്ട് ചേച്ചി ഒരു കാര്യം പറഞ്ഞല്ല, ചേച്ചി ഞങ്ങളുടെ കൂടെ കോ പ്രൊഡക്ഷൻ ഉണ്ട്, അത് മാത്രം പറയുന്നില്ല. ഇപ്പൊ കേട്ടല്ലോ, ആരെങ്കിലും ഒരാൾ പറഞ്ഞ പോലെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഞാനും ഉണ്ട്, ഞാനും അതിൻ്റെ കൂടെ ഞാനും, അത്രയാണ്.